സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേ ചില ആളുകളൊക്കെ എനിക്ക് പച്ച തെറി വിളിക്കുന്നു. ആ തെറി വിളിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ഞാൻ പറയുന്നതേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ഞാൻ ആ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ വോട്ട് ചെയ്താലില്ലെങ്കിലും ഞാൻ ഈ കേരളത്തിലൊരു പൗരനാണ്, ഇന്ത്യയിലത്തെ ഒരു പൗരനാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഏത് പാർട്ടി മുഖ്യമന്ത്രി ആയാലും അയാൾ എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ്. നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി ഇല്ലാതായിട്ട് ഏകദേശം ഇപ്പം ഒരു 8 ദിവസം കഴിഞ്ഞു, ചില്ലറയാ. 8 ദിവസത്തിനിടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നതിൻ്റെ അങ്ങേ തലക്കിലൂടെയാണ് നമ്മുടെ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളെയാണ് അവിടെ MLA-മാരായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ കളിച്ച് അവസാനം MLA ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെയാണ്. ശരി, അവിടെ കെടുക്കട്ടെ, നമുക്ക് ഇങ്ങോട്ട് വരാം, കേരളത്തിലേക്ക് വരാം. അവിടെ ആ രാഷ്ട്രീയ മര്യാദയെക്കുറിച്ച് പറയുമ്പോൾ അതുകൂടി പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ എന്താ ചെയ്തത്? തൻ്റെ ആ ഒരു ഇലക്ഷൻ പ്രോസസ്സിലുടനീളം താൻ ഏറ്റവും കൂടുതൽ ആക്രമിച്ച സ്റ്റാലിൻ എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിന് വീട്ടിൽ പോയി കാണുന്നു, അദ്ദേഹത്തെ ഷാളണിയിപ്പിക്കുന്നു. 10 മിനിറ്റോളം ആ ഒരു അധികാരത്തിൽ കയറിക്കഴിഞ്ഞ് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് അതിന് ശേഷം അദ്ദേഹം ആ ഒരു അവിടെയുള്ള ആ ഒരു ഓത്തിന് ശേഷം ഇദ്ദേഹം നേരെ ചെല്ലുന്നത് സ്റ്റാലിനെ കാണാനാ. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. അതുവരെ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ആശയപരമായിട്ടുള്ള തർക്കമായിരുന്നെന്നും അദ്ദേഹം തനിക്ക് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ധാരണയുള്ള രീതിയിലാണ് അവിടെ വിജയ് പെരുമാറുന്നത്, അല്ലേ? എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തെ പോയി കാണുന്നു, ഷാളണിയിപ്പിക്കുന്നു. അപ്പം രാഷ്ട്രീയ മര്യാദയുടെ ഒരു വലിയ ഒരു ജനാധിപത്യ ചിത്രം നമുക്ക് കാണിച്ചു തരുന്ന സമയത്താണ് രാഷ്ട്രീയ മര്യാദയുടെ ജനാധിപത്യത്തിൻ്റെ എന്തൊരു പൂക്കാലമോ ജനാധിപത്യത്തിന് ഉത്സവമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 7-8 ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടല്ല. ഈ മത്സരം തുടങ്ങുന്ന അന്ന് മുതൽ, ഇലക്ഷൻ ഇവിടെ തുടങ്ങുന്ന അന്ന് മുതൽ ഇവിടുത്തെ CPM-കാർ എന്താ പറഞ്ഞിരുന്നത്? നിങ്ങൾ അവരെ ജയിപ്പിക്കരുത്, കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കരുത്, അവർ പിന്നെ അവർക്കിടയിലുള്ള തല്ലാവ് നിങ്ങൾ കാണേണ്ടി വരിക, ജനങ്ങളെ കാര്യത്തിലേക്ക് അവർക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് CPM-കാർ. അവർ പറഞ്ഞതിൽ നിന്ന് ഒരംശമെങ്കിലും പുറകിലോട്ട് പോയോ? ഇല്ലല്ലോ. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന അന്ന് മുതൽ ഇവർ തർക്കം തുടങ്ങിയതാണ്. ഇപ്പോൾ 8 ദിവസം കഴിയുന്നു. ഈ തർക്കം തീരാഞ്ഞിട്ട് അവസാനം നമ്മുടെ ഇവിടുത്തെ പഴയ KPCC പ്രസിഡന്റുമാരെ അവരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് വരും, കുറച്ച് ചർച്ച ചെയ്യാണ്ട് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് വിളിച്ചിരിക്കുക. ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇനി കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇനി അവരെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം വേണം ഇവിടെ ഒരാളെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഏറ്റവും വൃത്തികെട്ട ചീഞ്ഞ കളി കളിച്ചത് KC വേണുഗോപാൽ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. ഇദ്ദേഹം എന്താ തുടക്കത്തിൽ പറഞ്ഞേ? ഇനി ഞാൻ ഈ അധികാരത്തിലേ ഇല്ല, ഞാൻ കസേര കണ്ട് കളിക്കുന്ന കളിയല്ല ഇത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു മനുഷ്യൻ ഇപ്പം എന്താ ആവശ്യപ്പെടുന്നത്? മുഖ്യമന്ത്രി കസേരല്ലേ? ആ ഒരൊറ്റ മനുഷ്യൻ മാറി നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇനി അതൊക്കെ പോട്ടെ, ഇവർ 3 പേരും രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അധികാര കൊതിയന്മാരാണ്. അധികാരം നുണയാൻ വേണ്ടി മാത്രമായി ജനിച്ച ആളുകളാണ്. അല്ലാതെ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊന്നല്ല ഇവർ അധികാരത്തിൽ കയറിയിട്ടുള്ളതെന്ന് ഇന്ന് ഏകദേശം എല്ലാ കേരളീയർക്കും മനസ്സിലായി. പൊതുജനക്ഷേമമായിരുന്നു ഉദ്ദേശമെങ്കിൽ അധികാരം കിട്ടി പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ഇവർ അധികാരത്തിൽ കയറുമായിരുന്നു. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ പിറ്റേ ദിവസങ്ങൾ 8 എണ്ണം കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ 9ാമത്തെ ദിവസത്തിലേക്ക് എത്തുക. ഇനി വരുന്നൊരു 10 ദിവസം കേരളത്തിൽ ഒരു അധികാരമില്ല, ഒരു ഗവൺമെൻറ് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ആ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, അടുത്ത മാസം കുട്ടികൾ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അവരുടെ പുസ്തകങ്ങൾ ഇനി 30% അച്ചടി തീരാനുണ്ട് എന്നാണ് കിട്ടുന്നത് ഒരു വിവരം. അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രഷറിയിൽ പണമില്ല, പല ഫണ്ടുകളും പല പദ്ധതികൾക്കുള്ള ഫണ്ടുകളും എന്താ പറയുക തടഞ്ഞു നിൽക്കുന്നു എന്നീ പറയുന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്.
ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താ അവന്മാർ ചെയ്ത്? ഒന്നും വേണ്ട. ഇടുക്കിയിലെ ഒരു 10-12 കുടുംബങ്ങൾ ബുൾഡോസർ രാജിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇവരെന്താ സംസാരിച്ചത്? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടെന്നേ. അപ്പോൾ ഇവർ അധികാരത്തിൽ കയറിയതിന് ശേഷം ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് പദ്ധതികൾ അത് അവിടെ ലോക്കാവുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളാണ്. ഇങ്ങനൊരു വലിയൊരു പ്രശ്നത്തിലൂടെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ അധികാര കുതിയന്മാരായിട്ടുള്ള ഇവർ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നമ്മളെപ്പറ്റി ഇവർ ചിന്തിക്കുന്നേയില്ല. അവർക്ക് ആകെ വേണ്ടത് കുറേ കസേരകളാണ്. എന്തിനാണ് മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ഓരോരുത്തർ വേണമെന്ന് വാശി പിടിക്കുന്നത്? അത് ഭരിക്കാനുള്ള എളുപ്പം കൊണ്ടാണോ? അല്ലെങ്കിൽ അത് ഭരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഫേമസ് കിട്ടും എന്നുള്ളതുകൊണ്ടാണോ? അല്ലെങ്കിൽ അത് ഭരിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ടാണോ? എനിക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കുകയാണ്. ഇതൊന്നുമല്ല. ഏതിലാണ് ഏറ്റവും കൂടുതൽ ശർക്കര ഉള്ളത്? ഏത് കസേരയിലാണ് ശർക്കര ഏറ്റവും കൂടുതലുള്ളത്? ഏതിൽ തൊട്ടാലാണ് ഏറ്റവും കൂടുതൽ ശർക്കര കിട്ടുക എന്നത് മാത്രമാണ് ഇവരിപ്പോൾ ആലോചിക്കുന്നതെന്ന് മാത്രം നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. എന്തായാലും ഇതിങ്ങനെ പോയി അവസാനം ഇനി എവിടേക്ക് എത്തുമെന്നുള്ള ഇതെല്ലാമൊക്കെ ശേഷം ഇനിയിപ്പോൾ മന്ത്രിമാരെ കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. 10-21 മന്ത്രിമാരെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ തല്ല് വേറെ നമ്മൾ കാണാനുണ്ട്. ഏറ് വന്നു കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തോളം കേരളത്തിൽ ഒരു രാഷ്ട്രീയ നീക്കവും സംഭവിക്കാനില്ല എന്ന് മാത്രമല്ല, എന്തായിരുന്നു കഴിഞ്ഞൊരു 10 വർഷം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആർജവമുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ തന്നേച്ച് പോയൊരു കേരളം, ആ കേരളത്തെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു നമ്മുടെ കേരളം ഉണ്ടായിരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്ഥിതികളും ഇപ്പം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് എന്നാണ് തോന്നിപ്പോകുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുതരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തന്നെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ചിലർ കമൻറ്റ് നല്ല തെറിയൊക്കെ എഴുതുന്നുണ്ട്, എഴുതിക്കൊള്ളുന്നേ. നിങ്ങളുടെ സാംസ്കാരിക നിലവാരത്തിൽപ്പെട്ട തെറികളൊക്കെ നിങ്ങൾക്ക് എഴുതാം. എൻ്റെ സാംസ്കാരിക നിലവാരത്തിൽപ്പെട്ട രീതിയിലൊക്കെ ഞാൻ വീഡിയോ തുടർന്ന് ചെയ്യും. അത് ഇപ്പോൾ വിമർശിക്കുവാൻ എല്ലാവർക്കും അധികാരവും അവകാശമുള്ളത് പോലെ എൻ്റെ വീഡിയോസിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസിനെയും BJPയെയും ഒപ്പം LDFനെയും ഞാൻ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തെയും വിമർശിക്കേണ്ട സമയത്ത് അസലായിട്ട് കാതലായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളെ മാത്രം ആക്രമിക്കുന്നു എന്നുള്ള തോന്നലൊന്നും ആർക്കും വേണ്ട. പറഞ്ഞതാണ്. ബൈ.